ഇവാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ അവൽ കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: അവൽ, കപ്പലണ്ടി, കടലപ്പരിപ്പ്, ശർക്കര, വറ്റൽമുളക്, മല്ലി, ജീരകം, ഉലുവ, കടുക്, തേങ്ങ. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ആ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം. ഇതെന്നിട്ട് നമുക്ക് നെയ്ക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്ത് വെക്കണം. ഇനി നമുക്ക് വറ്റൽമുളക്, മല്ലി, ജീരകം, ഉലുവ, കടുക് ഇതെല്ലാം നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് തന്നെ ഇത് നമ്മൾ മൂപ്പിച്ചെടുക്കണം. എല്ലാം ഓരോ സ്പൂൺ വെച്ച് മതി. നന്നായിട്ട് ആ എണ്ണ ഒഴിച്ച് തന്നെ നമ്മൾ വേണ്ട ആ മൂപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നിച്ചൊന്ന് പൊടിച്ചെടുക്കാം. അത്ര ഫൈനായിട്ടൊന്നും പൊടിയണ്ട, ഇച്ചിരി ഒരു ക്രിസ്പി വേണം. കണ്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് കപ്പലണ്ടി, കടലപ്പരിപ്പെല്ലാം നെയ്ക്കകത്തൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് തുടങ്ങുന്നത്. ഇനി നമുക്ക് നമ്മുടെ അവലെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ നേരത്തെ ആ നെയ്ക്കകത്ത് ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആ നെയ്ക്കകത്ത് മൂപ്പിച്ച കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് നല്ല മണമാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നെയ്ക്കകത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള, വറ്റൽമുളക്, കറിവേപ്പില ഇത് നെയ്ക്കകത്ത് തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ പലതരത്തിലുള്ള അവലും നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തിരി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ വേണം ഇത് നല്ലതായിട്ട് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. സ്പൂൺ കൊണ്ടൊന്നും നമ്മൾ ഇത് മിക്സ് ചെയ്താൽ ശരിയാവത്തില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്നാക്സാണ്. ഇതും ഒരു ഉടുപ്പി സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് അറിയിക്കണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്ന വരെ സ്റ്റേ ട്യൂൺ. ബൈ.